എല്ലാവർക്കും നമസ്കാരം. സോ ഇൻട്രാഡേയിൽ നമുക്ക് നല്ല മൊമെൻറ്റം സ്റ്റോക്സ്, ഹൈ മൊമെൻറ്റം സ്റ്റോക്സ് വളരെ ചുരുക്കം ഫ്രം 5000 സ്റ്റോക്സിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്റ്റോക്സ് ലഭിക്കുന്ന ട്രേഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? നല്ല ഹൈ പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം നമുക്ക്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്യോർലി ടെക്നിക്കലാണ്, ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ബേസിസിലല്ല. ഇൻട്രാഡേയിൽ ടെക്നിക്കൽ ആസ്പെക്ട് ബേസിസ്, ബേസ്ഡ് ഓൺ വോള്യൂം, ബേസ്ഡ് ഓൺ RSI, സ്റ്റൊക്കാസ്റ്റിക്, ബേസ്ഡ് ഓൺ മൂവിങ് ആവറേജ്, എല്ലാറ്റിനെയും ബേസ് ചെയ്തിട്ട് നല്ല ഹൈ മൊമെൻറ്റമായിട്ട് കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ വെച്ചടി പോകുന്ന ഒരു സ്റ്റോക്ക്, ഒരു ഒന്നോ രണ്ടോ സ്റ്റോക്ക് നമുക്ക് മതിയല്ലോ ഒരു ദിവസം. ഇൻട്രാഡേ നമുക്ക് MTF യൂസ് ചെയ്യാം, മാർജിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേയിൽ നമുക്ക് ഇൻട്രാഡേ ആയിട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് MTF യൂസ് ചെയ്ത് ചെയ്യാം. ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് MTF യൂസ് ചെയ്തിട്ട് അതിന് ഡെലിവറി ആയിട്ടും നിങ്ങൾക്ക് എടുക്കാം. ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ട്രേഡ് നിന്നും എക്സിറ്റ് ആയിട്ട് വരാനും സാധിക്കുന്ന ഹൈ മൊമെൻറ്റം സ്ക്രീനറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഈ സ്ക്രീനർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കാനക്സിൻ്റെ, നമ്മുടെ ഡന്നിൻ്റെ സ്കാനക്സ് പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതിനോടൊപ്പം തന്നെ ഈ സ്ക്രീനർ റെഡിലി അവൈലബിൾ ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഇല്ല എനിക്ക് സ്കാനക്സ് വഴി ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് ആ സ്കാനർ ലഭ്യമാകുന്ന രീതിയിൽ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആ സ്ക്രീനർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ഞാൻ എങ്ങനെ 1 by 1 ആയിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതും എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിന് ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് മീ റൈറ്റ് നോ. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, ചാർട്ടിൽ നോക്കൂ, ട്രെൻഡ്, ഇന്നത്തെ ദിവസത്തെ ട്രെൻഡ് രാവിലെ 9:15 ഒരു ക്യാൻഡിൽ. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സ്ക്രീനറിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ഈ ഒരു ഇത് ലഭിക്കും. നോക്കൂ, ഈ ഒരു സ്ക്രീനറിൽ നമുക്ക് ആകെ രണ്ട് സ്റ്റോക്ക് മാത്രമേ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ട്രെൻഡും ഇനിയൊന്ന് ഡേറ്റ പാറ്റേണും. ട്രെൻഡിൻ്റെ മൂവ് നോക്കൂ, രാവിലത്തെ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം ഇപ്പോൾ തന്നെ 5% ആൻഡ് എബോവിന് മുകളിൽ അതിൽ ട്രേഡ് ചെയ്യപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു. ഇനിയും അറൗണ്ട് 45 മിനിറ്റ്സോളം ട്രേഡിംഗ് ടൈം ബാലൻസ് ഉണ്ട്. ഈ ഒരു ഇത്രയും ഹെവി ഹൈ മൊമെൻറ്റത്തിലോടുകൂടി ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ്. ഇനി അടുത്തൊരു സ്റ്റോക്ക് നോക്കൂ, ഡാറ്റ പാറ്റേൺ രാവിലെ 9:15 ഒരു ഹൈ പോയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പോയിട്ട് റീട്രേസ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇത് ഈ ഒരു എൻ്റെ ഹൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ ഇതിന് മുകളിൽ വരുമ്പോൾ ഇതിന് ബ്രേക്ക് 101% ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂം. സോ ആ ഒരു റേഷ്യോ ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് 4% കൊടുത്തു കഴിഞ്ഞു. ഇൻട്രാഡേയിൽ 4% ഇൻട്രാഡേയിൽ എന്ന് പറഞ്ഞാൽ 5x ലിവറേജോട് കൂടിയാണ് നമ്മൾ ഇത്തരം ട്രേഡ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ 5x എന്ന് പറയാൻ കാരണം ഓൾമോസ്റ്റ് 4x to 5x വരെ കിട്ടാൻ പാകത്തിനുള്ള സ്റ്റോക്സിനെ മാത്രമേ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നുള്ളൂ ഔട്ട് ഓഫ് 5000 6000 സ്റ്റോക്സിൻ്റെ പുറത്ത്. സോ അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ഫോളോ ചെയ്യൂ. നമുക്കിപ്പോൾ സ്കാനക്സിലേക്ക് പോകാം. എങ്ങനെ സ്കാനക്സ് എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ധന്നിൻ്റെ നമ്മുടെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരിക, ധന്നിൻ്റെ ചാർട്ടിൽ നിന്നും ഇവിടെ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ബിൽഡ് അനലൈസ് സ്റ്റോക്സ് ഓൺ സ്കാനക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാനക്സ് വരും. സ്കാനക്സിൻ്റെ ഹോം പേജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്കാനക്സിൻ്റെ സ്ക്രീനർ ഇവിടെ ഇത് ഓൾറെഡി ബൈ ഡിഫോൾട്ടാണ്. നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് ഫ്രഷ് ആയിട്ടൊരു സ്ക്രീനർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് സ്ക്രീൻ കൊടുക്കുക. ക്രിയേറ്റ് സ്ക്രീൻ കൊടുത്തിട്ട് സെയിം ഇതിന് ഡിറ്റോ ആയിട്ട് എങ്ങനെ നമുക്കിപ്പോൾ ഓൾറെഡി ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കിപ്പോൾ ഫസ്റ്റ് വേണ്ട നോക്കി NSE. ഇത് ഇവിടെ നോക്കൂ, NSE ഓൾറെഡി ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. NSE അടുത്ത എന്താ? ഇൻഡെക്സ്. ഇവിടെ ഏതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇൻഡെക്സ് ചൂസ് ചെയ്തിരിക്കുന്ന 5 എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നോക്കിയാൽ അറിയാം 5 ഇൻഡെക്സ് 5. അപ്പോൾ ആ 5 ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ അറിയാം. Nifty 50, Nifty 500, Nifty ബാങ്ക്, Nifty ഫിനാൻഷ്യൽസ്, സെൻസെക്സ്. ഈ 5 സെഗ്മെൻറ്റിൽ നിന്ന് മാത്രമേ സ്റ്റോക്സിന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നുള്ളൂ. Nifty 50 സ്റ്റോക്സ്, 500, Nifty ബാങ്ക്, Nifty ഫിനാൻഷ്യൽസ് ആൻഡ് സെൻസെക്സ്. സോ ഇതിനകത്ത് വരുന്ന സ്റ്റോക്സ് എല്ലാം മോസ്റ്റ്ലി എന്തായിരിക്കും? ഹൈലി ലിക്വിഡ് സ്റ്റോക്സ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഹൈലി ലിക്വിഡ് മാത്രമല്ല, അതിൻ്റെ MTF വാല്യൂ നിങ്ങളൊരു ഡെലിവറി എടുക്കുകയാണെങ്കിൽ MTFന് ഡെലിവറി ട്രേഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MTFൽ ഹൈ മാർജിൻ ലഭിക്കുന്ന സ്റ്റോക്സ് ആയിരിക്കും.
ഫിൽട്ടർ ചെയ്ത് വരിക. രണ്ടാമത് ഇൻട്രാഡേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിയർലി 5x മാർജിൻ ലഭിക്കുന്ന, അപ്പോൾ കുറച്ച് നിങ്ങളുടെ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സിനെ നമുക്ക് പ്രിഫർ ചെയ്യാൻ ഈ 5 ഇൻഡെക്സ് ഉപയോഗിക്കാം. അപ്പോൾ അതേമാതിരി നമുക്ക് സ്ക്രീനറിൽ എങ്ങനെ പോയിട്ട് അതിനെ നമുക്ക് പുതുതായി ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കാണും നിങ്ങൾക്ക് ഇൻഡെക്സ് ചൂസ് ചെയ്യുക. നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ നോക്കൂ, ഇവിടെ ഒത്തിരി തവണ നോക്കൂ, മൾട്ടിപ്പിൾ ഇൻഡെക്സസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടുന്നത് നിഫ്റ്റി 50, സെൻസെക്സ്, നിഫ്റ്റി 500, നിഫ്റ്റി ബാങ്ക് സെലക്ട് ചെയ്തു, ദെൻ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്. ദാറ്റ്സ് ഇറ്റ്. നിഫ്റ്റി 500 സെലക്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? ഓൾറെഡി 500 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിഫ്റ്റി 200 സെലക്ട് ചെയ്യേണ്ട, 500 സെലക്ട് ചെയ്യേണ്ട, നെക്സ്റ്റ് 50 സെലക്ട് ചെയ്യേണ്ട, ബിക്കോസ് അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് 500. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ 5 എണ്ണം സെറ്റ് ചെയ്തത്. നോക്കൂ, സ്ക്രീനറിലും ഇവിടെ ഇൻഡെക്സ് 5 നമ്മുടെ പുതിയ സ്ക്രീനർ ചൂസ് ചെയ്തതിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഫ്രഷ് ആയിട്ട് 500. അടുത്തത് ഇൻഡസ്ട്രി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ബൈ ഡിഫോൾട്ട് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ ഫോർ എസ്, ബിക്കോസ് ഇൻഡസ്ട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണം വീണ്ടും കുറഞ്ഞെന്ന് വരും. സെക്ടറും അതുപോലെ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഏത് സെക്ടറിൽ നിന്നാണെങ്കിലും നമുക്ക് മൊമെൻറ്റം, മാക്സിമം ഹൈ മൊമെൻറ്റം കിട്ടുന്ന സ്റ്റോക്സ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷനുള്ളത്. അപ്പോൾ സോ അത് വിട്ടേക്കാം. മാർക്കറ്റ് ക്യാപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ ലിക്വിഡിറ്റി ആയിട്ടുള്ള നല്ല ലിക്വിഡ് സ്റ്റോക്സ് കുറച്ചും കൂടി ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻട്രാഡേയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം മാർക്കറ്റ് ക്യാപ്പ് എത്ര വേണം? 5,000 ആൻഡ് എബോ വേണം. സോ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതൊന്നും നോക്കണ്ട, മിനിമം ഒന്ന് കൊടുത്തിരിക്കുന്നിട്ട് 5,000 ജസ്റ്റ് കൊടുക്കുക. 5,000 കൊടുത്തിട്ട് മുകളിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5,000 മീൻസ് 5,000 കോടിക്ക് മുകളിൽ എത്ര വലിയ സ്റ്റോക്സ് ആണെങ്കിലും ശരി അത് ഫിൽട്ടർ ആകും. ഇത് ഒറ്റ എണ്ണം കൊടുത്തപ്പോൾ തന്നെ ഇപ്പോൾ നോക്കൂ, ഔട്ട് ഓഫ് എത്ര ടോട്ടൽ 503 സ്റ്റോക്സ് ഇതിലിപ്പോൾ ഫിൽട്ടറായി. ഈ 3 കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കൃത്യം 503 സ്റ്റോക്ക്. 503 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റി 500 കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ അത് കൃത്യമായിട്ട് 500 സ്റ്റോക്സും വന്നു കഴിഞ്ഞു ഓൾമോസ്റ്റ്. സോ ഇനി അടുത്ത ചേഞ്ചസിലേക്ക് നമുക്ക് ഈ 500-ൽ നിന്ന് നമുക്ക് എത്രയിലേക്ക് വരണം? 2 എണ്ണത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അടുത്ത RSI 5 minutes RSI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 60. അപ്പോൾ RSI എന്ന് പറയുന്നത് ഇവിടെ ആഡ് ഫിൽട്ടർ കൊടുക്കുക. ആഡ് ഫിൽട്ടർ കൊടുത്തിട്ട് RSI നിങ്ങൾ ഇവിടെ കൊടുത്ത് ഇവിടെ ആദ്യം RSI സെലക്ട് ചെയ്യുക, ദെൻ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോഴേക്കും ഇവിടെ RSI വന്നു. എന്നിട്ട് ഇവിടുത്തെ RSI എത്രയായിരിക്കണം? 60ക്ക് മുകളിലായിരിക്കണം. ഏത് RSI നമുക്ക് അതും നോക്കണം. പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ, മോർ ദാൻ 60. RSI ഏതിൻ്റെയാണ്? ഡെയിലി ടൈം ഫ്രെയിം അല്ല, ഇവിടെ ഡേ ടൈം ഫ്രെയിം ഉണ്ടാവും. അതിനെ 5 minutes ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. ദാറ്റ്സ് ഇറ്റ്. നോക്കൂ, RSI 14 പീരീഡ് RSI എന്താണ്? 5 minutes ടൈം ഫ്രെയിമിൻ്റെത് ഗ്രേറ്റർ ദാൻ 60 നമ്മൾ കൊടുക്കണം. അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. നോക്കൂ, ഈ 14 പീരീഡ് RSI 5 minutesൻ്റെ ടൈം ഫ്രെയിമിൽ 5 minutes ടൈം ഫ്രെയിമിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 വരണം. സെയിം കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്ത കണ്ടീഷൻ EMA 5 EMA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 EMA. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ആഡ് ഫിൽട്ടറിൽ പോവുക, ജസ്റ്റ് EMA എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ EMA ഇവിടെ ചൂസിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചൂസിങ് ഇവിടെ ഇവിടെ 5 minutes ഒന്നുമില്ല, ടോട്ടൽ ഡെയിലി EMA ആണ്. ഡെയിലി EMA ഷുഡ് ബി, അപ്പോൾ ഇവിടെ ഡേ ടൈം ഫ്രെയിം ഇവിടെ 5 minutes മാറ്റേണ്ട കാര്യം. ഇവിടെ ഡേ ഷുഡ് ബി ഡേ തന്നെയാണ്. കറണ്ട് ക്യാൻഡിൽ ഷുഡ് ബി കറണ്ട് ക്യാൻഡിൽ. ലെങ്ത് 5 EMA. നമുക്ക് 5 EMA എത്ര പീരീഡ് ആണ്? 5 EMA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 EMA. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഇത് 5 EMA അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ദെൻ അഗെയിൻ അപ്പോൾ ഇവിടെ വരും. നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പറേഷൻ എന്താണ്? മോർ ദാൻ പാരാമീറ്റർ എന്താണ്? EMA. വീണ്ടും ഇവിടുത്തെ ഒരു EMA പാരാമീറ്ററിൽ കൊടുക്കുക. EMA ലെങ്ത് എത്രയാണ്? 20 EMA. ഡേ ടൈം ഫ്രെയിമിൽ ഓക്കെ കൊടുക്കുക. നോക്കൂ, 5 minutes EMA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ EMA 20. അടുത്ത കണ്ടീഷൻ. ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കൂ. അടുത്ത കണ്ടീഷൻ EMA 20 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ EMA 100. ഇവിടെ EMA 100-ന് പകരം നിങ്ങൾ EMA 50 കൊടുത്താലും ഓക്കെയാണ്, നോ പ്രോബ്ലം. സോ ബിക്കോസ് 100-നേക്കാൾ മുകളിൽ 50-യേക്കാളും മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് അക്സെപ്റ്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ EMA 100-ന് പകരം EMA 50 ആക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എങ്ങനെ നോക്കാം? വീണ്ടും ഫിൽട്ടർ വരിക, വീണ്ടും ഇവിടെ EMA ചൂസ് ചെയ്യുക. EMA
EMA ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ടൈം ഫ്രെയിം ഡെയിലി തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണ്, 5 മിനിറ്റ്സിന് പകരം എത്ര 20 EMA നമ്മൾ കൊടുക്കുക. 20 EMA ഇവിടെ അപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ 20 EMA മാത്രമേ കാണുള്ളൂ. എന്നിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, 20 EMA ക്ലിക്ക് ചെയ്യുക. 20 അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ ടുവിന് പകരം നമുക്ക് എന്താ, മോർ ദാൻ or equal to is also fine. More than or equal to പാരാമീറ്റർ എന്ത് കൊടുക്കുക, വീണ്ടും EMA കൊടുക്കുക. ഇവിടുത്തെ EMA പാരാമീറ്റർ അപ്പോൾ എത്രയാണ് വേണ്ടത്, 50. 5ക്ക് പകരം 50 സെലക്ട് ചെയ്യുക, ഡേയിൽ സെലക്ട് ചെയ്യുക. ദെൻ ഇറ്റ്സ് ഓക്കെ. നോക്കൂ, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്ക്രീനറിൽ EMA 100ന് പകരം നമ്മളിവിടെ EMA 50 ആൻഡ് എബോയ്ക്ക് മുകളിൽ കൊടുത്തു. ഇനിയിപ്പോൾ എത്ര സ്റ്റോക്സ് ആയി നോക്കൂ, മൊത്തം 37. 500ൽ നിന്നും ഇപ്പോൾ 37 സ്റ്റോക്കായിട്ട് കുറഞ്ഞു, ഫിൽട്ടർ ചെയ്ത് വന്നു. ഇനിയും നമുക്ക് കുറയ്ക്കണം. നമുക്ക് 37 സ്റ്റോക്സ് ഒന്നും ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. അത്തരം ട്രേഡ് മാത്രം ബുള്ളിഷ് സ്ട്രാറ്റജിയാണ്, ബെയറിഷ് അല്ല, ശ്രദ്ധിച്ചോളൂ. സോ ഇനി അടുത്തത് എന്താണ്, അടുത്ത കണ്ടീഷൻ നമ്പർ 1 2 3 4 5 6th കണ്ടീഷൻ. EMA 5 മിനിറ്റ്സിൽ ടൈം ഫ്രെയിമിലുള്ള EMA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 മിനിറ്റ്സിൽ 20 EMA ഏത് ടൈം ഫ്രെയിം ഏതാണ്, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം. അത്രയേ ഉള്ളൂ വ്യത്യാസം. സിമ്പിൾ. എന്താണ്, അതായത് ആദ്യത്തെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള 20 EMA വന്നിട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5 മിനിറ്റ്സ് EMA വന്നിട്ട് 20 EMAക്ക് മുകളിലിരിക്കണം. അതേമാതിരി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, 5 മിനിറ്റ്സിലുള്ള EMA 5 EMA അത് എത്രയായിരിക്കണം, അത് 20 EMAക്ക് മുകളിലായിരിക്കണം. ഏത് ടൈം ഫ്രെയിമിലെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം. അതിനും നമുക്ക് എന്താ വേണ്ടത്, സിമ്പിളായിട്ട് ഇവിടെ പോവുക, ആഡ് ഫിൽറ്റർ കൊടുക്കുക, EMA ചൂസ് ചെയ്യുക, EMA സെലക്ട് ചെയ്യുക, ദെൻ അപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. നോക്കൂ, നമുക്ക് ഡിലീറ്റ് കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. നമ്മൾ ചൂസ് ചെയ്ത ഫിൽറ്റർ മാറിപ്പോയി. ഇതാ 5 മിനിറ്റ്സ് EMA. ഓക്കെ, EMA 20ലാണ്. ഇത് പഴയ EMA മാറിപ്പോയി. നോക്കട്ടെ, ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു പാരാമീറ്റർ EMA 50 ഡേ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇത് രണ്ടും കൊടുത്തു. EMA 5 should be greater than 20 and EMA 20 should be greater than or equal to 50. Then add a filter. Then again EMA choose ചെയ്യുക. EMA ചൂസ് ചെയ്തതിന് ശേഷം ഡേ ടൈം, നോക്കൂ ഇവിടെ 5 ലെങ്ത് 5 തന്നെയാണ്. ഡേ ടൈം ഫ്രെയിമിന് പകരം നമ്മൾ എന്താക്കി മാറ്റണം, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൊടുക്കുക. കറണ്ട് ക്യാൻഡിൽ അപ്ലൈ കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ വന്നു. നോക്കൂ, EMA 5 മിനിറ്റ്സ്. ഇനി ഇതിന് എന്താ വേണം, EMA 5 20 EMAക്ക് മുകളിലാവണം. ഏത് ടൈം ഫ്രെയിമിലെ 5 EMAയുടെ. അപ്പോൾ സിമ്പിൾ, അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കും ഇതിൽ കൊടുത്തേക്കുക. EMA ഇവിടെയും അവിടെ എന്താ വരിക, EMA വരും. അതിൽ ഡേ ടൈം ഫ്രെയിമിന് പകരം 5 മിനിറ്റ്സ് കൊടുക്കുക. ഇത് ഏതായാലും 20 EMAക്ക് മുകളിൽ വരിക. പണി കഴിഞ്ഞു. നോക്കൂ, അപ്പോൾ വീണ്ടും സ്റ്റോക്സ് അതേ 37 സ്റ്റോക്സ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ഫിൽട്ടർ ഏതാണ്, 50. ഇതേ സാധനം തന്നെ. നോക്കൂ, നമ്മുടെ EMA 20 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലായിരുന്നു. അതിനെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ഫിൽറ്ററിലേക്ക് പോവുക. EMA സെലക്ട് ചെയ്യുക. ഇവിടെ ലെങ്ത് മാറ്റുക, ലെങ്ത് 20 ആക്കുക. ഡേ ഫ്രെയിം എത്ര, 5 മിനിറ്റ്സ് ആക്കുക. ഓക്കെ, അപ്ലൈ കൊടുക്കുക. ഇവിടെ വന്നു. ഇനി ഇതിനെ നമുക്ക് അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്പറേറ്റർ പാരാമീറ്റർ മോർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ പാരാമീറ്റർ വീണ്ടും അഗെയിൻ EMA എത്ര, 20 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ ലെങ്ത് എത്ര, 50. ദെൻ ഡേ ടൈം ഫ്രെയിമിന് വേണം 5 മിനിറ്റ്സ് ആക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നോക്കൂ, 20 EMA ഓൺ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50 EMA ഓൺ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം. രണ്ടും ക്ലിയറായി. അപ്പോൾ വീണ്ടും സ്റ്റോക്സിൻ്റെ സ്ട്രക്ചർ മാറി നമുക്ക് 23 സ്റ്റോക്സിലേക്ക് കുറഞ്ഞു. ഇനി അടുത്ത് ഫർദർ എന്താ വേണ്ടത്, ഇനി നമുക്ക് ഇത് രണ്ടുമായി. നോക്കൂ, ഇത് MACD ഹിസ്റ്റോഗ്രാം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഓൺ എ ഡെയിലി ടൈം ഫ്രെയിം. സോ MACDയിലേക്ക് പോവാം. MACDയിലേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുക, വീണ്ടും ഫിൽറ്റർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, MACD
അപ്പോൾ MACD വരും. ഇവിടെ MACD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് MACD കിട്ടും. MACD ഹിസ്റ്റോഗ്രാം എടുക്കുക. MACDയിൽ 3 എണ്ണം ഉണ്ട്, ലൈനുണ്ട്, സിഗ്നലുണ്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്. ഹിസ്റ്റോഗ്രാം സെലക്ട് ചെയ്യുക. ഇവിടെ ടൈം പാരാമീറ്റേഴ്സ് സെയിം തന്നെയാണ്. ടൈം ഒന്ന് ഡെയിലി, ഫസ്റ്റ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ഓക്കെ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഹിസ്റ്റോഗ്രാം, ദെൻ അഡ്വാൻസിൽ പോവുക. അഡ്വാൻസിൽ ഗ്രേറ്റർ ദാൻ, മോർ ദാൻ പാരാമീറ്റർ MACD ഹിസ്റ്റോഗ്രാം ഗ്രേറ്റർ ദാൻ എന്താ പറയുക, മോർ ദാൻ 0. അത് ഇറ്റ് ഈസ് ഓൾറെഡി അപ്ലൈഡ് അല്ലേ. മോർ ദാൻ ഹിസ്റ്റോഗ്രാം എത്രയാ വരിക, ഡെയിലി ടൈം ഫ്രെയിമിൽ കറണ്ട് ക്യാൻഡിൽ ഷുഡ് ബി 0. അപ്ലൈ ചെയ്തു. MACD ഷുഡ് ബി 1 മിനിറ്റ്. ഹിസ്റ്റോഗ്രാം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നോക്കൂ, സിമ്പിളാണ്. MACDയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫിൽറ്റർ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എങ്ങനെ വന്നു, ആഡ് ഫിൽറ്റർ കൊടുത്തു. MACDയിൽ നമ്മൾ MACD വരുമ്പോൾ MACD ഹിസ്റ്റോഗ്രാം സെലക്ട് ചെയ്യുക, ഞാനിത് ഓൾറെഡി കൊടുത്തു. നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഹിസ്റ്റോഗ്രാം ക്ലിയർ ചെയ്തു. ആഡ് ഫിൽറ്റർ പോവുക, MACD കൊടുക്കുക. MACDയിൽ ഹിസ്റ്റോഗ്രാം ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഓക്കെയാണ്. അപ്ലൈ കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഇവിടെ MACD വന്നു, ഹിസ്റ്റോഗ്രാം. ഇവിടെ വേറെ ഒന്നും അഡ്വാൻസിലേക്കൊന്നും പോകണ്ട. മിനിമം എന്ന് കാണുന്നതിൽ നമ്മൾ എന്താ ചെയ്യുക, 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത കണ്ടീഷൻ എന്താണ്, MACD ഹിസ്റ്റോഗ്രാം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഓൾസോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സെയിം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ഫിൽറ്ററിലേക്ക് പോവുക, MACD സെലക്ട് ചെയ്യുക, ഹിസ്റ്റോഗ്രാം സെലക്ട് ചെയ്യുക. ഡേ ടൈം ഫ്രെയിമിന് പകരം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൊടുക്കുക. സിംപ്ലി അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ട് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മിനിമം എന്ന് പറയുന്നത് എന്താണ്, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്താ കൊടുക്കുക, ഇത് 0 ആക്കുക. 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ്. നോക്കൂ, MACD 5 മിനിറ്റ്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, അടുത്ത കണ്ടീഷൻ സ്റ്റൊക്കാസ്റ്റിക് RSI സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 70 ആണ്. അത് നമുക്ക് ഗ്രേറ്റർ ദാൻ 60 ആക്കിയാലും തെറ്റില്ല. ബിക്കോസ് ഹൈലി ബുള്ളിഷ്, നമുക്ക് ബുള്ളിഷിന് തൊട്ട് മുന്നേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 60 ചൂസ് ചെയ്യുന്നവർക്ക് ഗ്രേറ്റർ ദാൻ 60 ചൂസ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 70 വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 70. ഇതിപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 70 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ നമ്മുടെ ഇതിലേക്ക് ആഡ് ഫിൽറ്റർ കൊടുക്കുക. സ്റ്റൊക്കാസ്റ്റിക് STOC വരുമ്പോഴേക്കും സ്റ്റൊക്കാസ്റ്റിക് വന്നു. സ്റ്റൊക്കാസ്റ്റിക് RSI അല്ല, സ്റ്റൊക്കാസ്റ്റിക് സെലക്ട് ചെയ്യുക. ഡേ ടൈം ഫ്രെയിമിൽ തന്നെ കൊടുക്കുക. ഇതിവിടെയും ഡേ ടൈം ഫ്രെയിമിലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റൊക്കാസ്റ്റിക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൊടുക്കുക. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 70 ആണ്. അപ്പോൾ 5 മിനിറ്റ്സ് കൊടുക്കുക. 14 ലെങ്ത് ആണ്. ദെൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് സ്റ്റൊക്കാസ്റ്റിക്കിൽ ഇവിടെ നമുക്ക് എത്ര കൊടുക്കേണ്ട, ഷുഡ് ബി ഗ്രേറ്റർ, മിനിമം എത്ര, 70 കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, 70. നോക്കൂ, 14 പീരിയഡ് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 70 ആൻഡ് എബോവ്. നോക്കൂ, 14 പീരിയഡ് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 70 ആൻഡ് എബോവ്. ദെൻ RSI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 55. ഡെയിലി RSI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 55. അതെന്ത് ചെയ്യുക, ഇവിടെ RSI ഫിൽറ്റർ കൊടുക്കുക. RSI സെലക്ട് ചെയ്യുക. RSI ഷുഡ് ബി, RSI സെലക്ട് ചെയ്യുക. ഡേ ടൈം ഫ്രെയിമിൽ തന്നെ ഇവിടെ അപ്ലൈ കൊടുത്തിട്ട് ഷുഡ് ബി ഗ്രേറ്റർ RSI, where is RSI? RSI should be greater than 60. RSI should be greater than 60 കൊടുത്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ എന്താ ചെയ്യുക, പ്രൈസ് ചേഞ്ച്. നോക്കൂ, പ്രൈസ്, അതായത് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2% മുകളിൽ വരണം. ഇപ്പോൾ എന്നല്ല, എപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഫങ്ഷനാലിറ്റി ഓക്കെയാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രൈസും, ഒരു ദിവസത്തെ പ്രൈസ്, അന്നത്തെ പ്രൈസ് ബുള്ളിഷ്, മിനിമം 2% ആൻഡ് എബോവ് വേണം നമുക്ക് കണ്ടീഷൻ. അപ്പോൾ അതിനെന്ത് വേണം, നമുക്കിവിടെ പോവാ, പ്രൈസ് നോക്കൂ, പ്രൈസ് പെർസെൻറ്റേജ് ചേഞ്ച് അപ്ലൈ കൊടുക്കുക. പ്രൈസ് പെർസെൻറ്റേജ് ചേഞ്ച് 2% അപ്ലൈ കൊടുക്കുക.
സി സ്റ്റോക്കിൻ്റെ എണ്ണം വീണ്ടും കുറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് അടുത്തിനി എന്താണ് എന്തോ ഒരു ചെറിയ ഒരു ചേഞ്ച് ഉണ്ട്, നോക്കാം. സോ അപ്പോൾ EMA 5 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20, EMA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 ആണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മൾ 50 കൊടുത്തു. ആ ഒരു ചേഞ്ച് ആണോ ഇതിൽ കാരണം നോക്കാം നമുക്ക്. ഇതിൽ 4 സ്റ്റോക്സ് വന്നു, മറ്റേതിൽ 2 സ്റ്റോക്സേ ഉള്ളൂ. ഇത് ഡേ ടൈം ഫ്രെയിമിൽ ലെങ്ത്ത് 100 കൊടുത്താൽ വീണ്ടും അത് 3 എണ്ണമായിട്ട് കുറഞ്ഞു. ട്രെൻഡ് അപ്പോഴും ട്രെൻഡുണ്ട്, നുവാമ ഉണ്ട്, ടിറ്റഗാറുണ്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതിൽ. ഇനി അടുത്ത് നോക്കാം, സെയിം ഡിറ്റോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. EMA, then this is correct. EMA 20 should be greater than EMA 20 should be greater than 100 ഓർ ഈക്വൽ ടു ആണ് 100 കൊടുത്തേക്കുന്നത്. ഇതിലെങ്ങനെയാണ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമുക്കതും ആ ചേഞ്ച് ജസ്റ്റ് EMA പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ മാത്രം കൊടുക്കാം. അപ്പോൾ ആ ചേഞ്ച് മാറി. ഇവിടെയും ഗ്രേറ്റർ ദാൻ മാത്രം കൊടുക്കാം, മോർ ദാൻ. ഓക്കെ, മോർ ദാൻ കൊടുത്തു. അപ്പോഴേക്കും വീണ്ടും നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ദെൻ കംസ് ടു EMA 50, MACD ഹിസ്റ്റോഗ്രാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ട്രെൻഡ് ഓൾറെഡി ട്രെൻഡ് ഇവിടെ ഉണ്ട്. ട്രെൻഡ് വെരി ഹൈ മൊമെൻറ്റത്തിൽ നമുക്ക് കിട്ടി. സെക്കൻഡ് സ്റ്റോക്ക് ഏതാണ്? സുസ്ലോൺ എനർജി. ഇന്നത്തെ അവസ്ഥ എന്താ? സുസ്ലോണിൻ്റെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സുസ്ലോൺ എനർജിയുടെ സെഗ്മെൻറ്റ് നോക്കൂ. 5 മിനിറ്റ്സിലും നമ്മുടെ ഈ ഒരു നോക്കൂ, രാവിലെ 9:15 ഇവിടെ വന്ന് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കൃത്യമായിട്ടും സുസ്ലോൺ നമുക്ക് എന്ത് തരുന്നു? നമുക്ക് നോക്കൂ, ഈ ഒരു ഈ 2 ക്യാൻഡിലും കൂടെ ചേർന്നിട്ട് തന്നെ ഇത് പ്രൈസ് ചേഞ്ച് ഇവിടെ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 2%. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ ലീഡ് നമുക്കിവിടെ വരും. നമുക്ക് സിഗ്നൽ ഫിൽട്ടർ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി ചെയ്തിരുന്നെങ്കിൽ നോക്കൂ, രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് ട്രേഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 4% ആൻഡ് എബോവ് ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രത്യേകത നോക്കൂ, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സ്ക്രീനറിൻ്റെ ബെനിഫിറ്റ് നോക്കൂ. ഈവൻ ഇഫ് അത് മുകളിൽ പോയി റീട്രേസ്മെൻറ്റ് നടത്തിയിട്ടും ഈ ഒരു റേഞ്ചിന് താഴെ പോകുന്നില്ല. പകരം ഓവറോൾ നിങ്ങൾ ഇതിന് മുകളിലാണ് ട്രേഡ് ചെയ്ത് ഇപ്പോഴും അന്നത്തെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 4% നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നു. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റോക്ക്. ദ തേർഡ് സ്റ്റോക്ക് നോക്കൂ, ഏജിസ് ലോജിസ്റ്റിക്സ് നോക്കൂ. ഏജിസ് ലോജിസ്റ്റിക്സ് അതേമാതിരി 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ദിവസം ഇവിടെ നോക്കൂ, 9:15 നടക്കുന്നു. 9:15 ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ 1.3, സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴേക്കും തന്നെ അത് 2%-ന് മുകളിൽ വന്നു. ഇവിടെ ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് 2% റേഞ്ച് അല്ല, ഞാൻ എടുത്തത് മാറിയത്. ഇവിടെയായിട്ട് 2%. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ അങ്ങനെ ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്രൈസ് ചേഞ്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2% ഓൺ എ ഡെയിലി പെർസ്പെക്റ്റീവ്. ഓക്കെ, ഡെയിലിയിൽ 2% ഇൻക്രീസ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിൽറ്റേഴ്സ് എത്ര ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് ഫേവർ ആയാലും ഈ ഒരു ഫിൽറ്റർ ഈ ഒരു 2 റേഞ്ച് കുറച്ചും കൂടെ ഈ ഒരു റേഞ്ചിൽ വരത്തുള്ളൂ. എന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. കൺസോൾട്ടേറ്റ് ചെയ്താണെങ്കിലും ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, ദെൻ അഗെയിൻ ഗോയിങ് ഗുഡ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഇങ്ങനെ പോകുന്നതിന് നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഇത്രയും സ്റ്റോക്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1-2 സ്റ്റോക്സ് തന്നെ ധാരാളം മതി ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ. സോ ദ നെക്സ്റ്റ് സ്റ്റോക്ക് ഈസ് നുവാമ ഹെൽത്ത് കെയർ. എങ്ങനെയുണ്ട് നോക്കാം. വെൽത്ത് മാനേജ്മെൻറ്റ് നോക്കൂ. നുവാമ രാവിലെ നമുക്ക് ഏത് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നോക്കൂ. ഇതാണ് 9:15 ക്യാൻഡിൽ. ഇവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ലോയിൽ നിന്നും 2% 1 and 2% അപ്രോക്സിമേറ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഹൈയിൽ നമുക്ക് കിട്ടി. ഇവിടെയാണ് 2% വരിക. ഇത് നോക്കൂ, ഇതൊന്ന് മാർക്ക് ചെയ്താൽ ഇതിന് മുകളിൽ നിങ്ങൾ വരുന്ന സമയത്ത് ബൈ വേ നിങ്ങൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഇന്നത്തെ ദിവസം നോക്കൂ, നമ്മൾ 4ാമത്തെ സ്റ്റോക്കാണ്. അതും 2.5% ഇൻട്രാഡേയിൽ നമുക്ക് എന്ത് ലഭിച്ചു? പ്രോഫിറ്റ് ലഭിച്ചു. ഈ ചെക്ക് ചെയ്ത 4ഉം പോസിറ്റീവിൽ തന്നെയാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്. 1 മാത്രം കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതും താഴെ പോയിട്ടില്ല. വീണ്ടും നമ്മൾ എടുത്ത പുഷിൽ നിൽക്കുകയാണ്. ഔട്ട് ഓഫ് ദി 4, 3 ആർ ഇൻ ഗുഡ് പ്രോഫിറ്റ് നൗ.
സോ അടുത്ത സ്റ്റോക്ക് നോക്കൂ. അടുത്തത് സെൻ ടെക്നോളജീസ് എന്ന ഇതിപ്പോൾ ലൈവിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ലൈവ് അതും എൻഡ് ഓഫ് ദ ഡേയിലാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേയിലാണ്. സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇതിൽ നമുക്ക് ഹിസ്റ്റോറിക് ഡേറ്റ നോക്കാം. നോക്കൂ, ഇവിടുത്തെ നോക്കൂ. ഇന്നത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 9:20, 9:15 ക്യാൻഡിൽ നോക്കൂ. ഈ ഒരൊറ്റ ഹൈയിൽ തന്നെ ഓൾമോസ്റ്റ് ബിഗ്ഗസ്റ്റ് മൂവാണ് കൊടുത്തേക്കുന്നത്. ഏത് മുതൽ ഏത് വരെ? അതാ ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു ലെവൽ വരെ ഓൾമോസ്റ്റ് 2% റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയും ഇന്നത്തെ പീരീഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് 2%. നമുക്ക് വേണ്ടുന്ന 2% ആണ്. ആ 2% റേഞ്ച് ഈ ഒരു റേഞ്ച് ഇന്ന് 2% റേഞ്ചിന് മുകളിൽ ഇവിടെ ടച്ച് ചെയ്തു, പിന്നെ തിരിച്ചു വന്നു. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ഉള്ളൂ. സോ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ബിക്കോസ് ഈ ഒരൊറ്റ ഹൈ കാരണമാണ് ആ ഒരു 2%. ഓവറോൾ നോക്കൂ, ഇത് മുതൽ ഇതുവരെയുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2.4%. കണ്ടോ, 2.5%. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഫിൽട്ടർ ആയിട്ട് നമുക്ക് വന്നേക്കുന്നത്. ബട്ട് വി ആർ നോട്ട് ചൂസിങ് ദിസ് സ്റ്റോക്ക് ബിക്കോസ് അതിനുശേഷം എന്താ സംഭവിച്ചത്? റീട്രേസ് ഇവിടെ ലൈൻ കൊടുത്താൽ, പക്ഷേ ഇവിടെ നിന്ന് നോക്കൂ, ഇതിന് മുകളിൽ ഇവിടെ നിന്ന് വന്ന് ഇതിപ്പോൾ ക്രോസ് ചെയ്ത് വന്നു, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഇനി ഇതിന് മുകളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എൻട്രി ഉണ്ട്. ബട്ട് ഫോർ ഇൻട്രാഡേയിൽ നമ്മളിത് അവോയ്ഡ് ചെയ്യുന്നു. ഔട്ട് ഓഫ് എത്ര 1, 2, 3, 4, 5ാമത്തെ സ്റ്റോക്കാണ് നമുക്ക് എന്ത് ചെയ്യാം. അതും നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പാകത്തിന്, നമുക്ക് ചെക്ക് ചെയ്യാൻ പാകത്തിന് അത് റെഡി ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രേഡിലേക്ക് പോകുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ടിറ്റഗർ നോക്കൂ. ടിറ്റഗർ ഇന്ന് ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കാം എവിടെയാ നോക്കൂ. ടിറ്റഗർ ഓൾറെഡി 14 ഇവിടെയാ നോക്കൂ. 9:15 ഇന്നത്തെ ക്യാൻഡിലാണ് 9:15 ഈ ഒരു ക്യാൻഡിൽ, ഒരൊറ്റ ക്യാൻഡിൽ തന്നെ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് 1.7. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ലോ ടു ഹൈ നോക്കാം. പ്രൈസ് ചേഞ്ച് ടു നമുക്ക് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോക്കൂ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എൻട്രിയിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യും. ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോയാലും പ്രശ്നമല്ല. നമുക്ക് അതിന് മുകളിൽ പോയോ, അടുത്തൊരു റീട്രേസ്മെൻറ്റ്, അടുത്ത ക്യാൻഡിൽ താഴെ വന്നിട്ടുണ്ടോ നോക്കൂ. താഴെ വന്നു തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തിരുന്നെങ്കിലോ ഇപ്പോൾ നോക്കൂ, സ്റ്റിൽ മാർക്കറ്റ് മൂവിങ് അഹെഡാണ്. ഇപ്പോൾ 3:15 ടൈം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 2.26%. എത്ര സിമ്പിളാണ്. നമുക്ക് നോക്കേണ്ടുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഡിക്കേറ്റർ സേവ് ചെയ്ത് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേജസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അത് എത്ര പെർസെൻറ്റേജ് നോക്കൂ. തേജസ്, വാട്ട് എ റാലി നൗ. 9:15 ക്യാൻഡിൽ തന്നെ 2 and above ഫസ്റ്റ് ഇൻ ദ ഡെസ്കിൽ തന്നെ നമുക്കിത് വരും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രേഡിലേക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ അവസാനം തന്നെ എൻട്രി ചെയ്തു എന്ന് വെച്ചോളൂ. ഇതിൻ്റെ ഹൈയിലേക്ക് നിങ്ങൾ ബ്രേക്ക് ഔട്ട് എൻട്രി കൊടുത്തിരുന്നതിൽ പോലും നിങ്ങൾക്ക് ആ ഒരൊറ്റ 5 minutes കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2% and above നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. എന്നാലോ നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഇല്ല അത് താഴെ പോയി, എന്നാൽ പോലും നിങ്ങൾ നിൽക്കുന്നത് പോലും ഓൾമോസ്റ്റ് 1% and above നിങ്ങൾ ഇപ്പോഴും പ്രോഫിറ്റിലാണ്. അതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ, ഈ ഒരു സ്ക്രീനറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ക്രീനർ ഞാനിപ്പോൾ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനർ സേവ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇൻട്രാഡേ മൊമെൻറ്റം സ്കാനർ ഫോർ 5 minutes bullish. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സ്കാനർ റെഡിയാണ്, പബ്ലിക്കിൽ തന്നെയാണ്. ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്കിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഉള്ളവരാണെങ്കിൽ
സ്ട്രെയിറ്റ് അവേ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് നിങ്ങൾക്ക് വരും സ്ക്രീനർ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതങ്ങ് യൂസ് ചെയ്യാം. സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് മാത്രം കൊടുക്കുക. നിങ്ങളുടെ ഇതിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സ്ക്രീനേഴ്സിൽ പോവുക. സ്ക്രീനേഴ്സിൽ പോയിട്ട് മൈ സേവ്ഡ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. മൈ സേവ്ഡ് സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബെസ്റ്റ് ഈ സ്ക്രീനർ വരും. നിങ്ങൾ അതേമാതിരി സേവ് കൊടുത്തിട്ട് മുന്നോട്ട് നീക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് നിങ്ങൾ, ഇൻഡിക്കേറ്ററിനെ വായിൽ വരുന്നുള്ളൂ. ബെസ്റ്റ് സ്ക്രീനറാണ് നിങ്ങൾ. ഇത് 100% നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകും ഫോർ ഇൻട്രാഡേ ട്രേഡിങ്. അല്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇത് തന്നെ ഇൻട്രാഡേയിൽ ഇത്രയും മൊമെൻ്റം ഉള്ള സ്റ്റോക്കാണെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ അതിന് തീർച്ചയായിട്ടും ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോട് കൂടിയേ അത്, അല്ലെങ്കിൽ ഒരു നല്ല ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകും. സോ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് പ്രോബബിലിറ്റിയിലേക്ക് വരാൻ സാധ്യതയുള്ള സ്റ്റോക്സിന് നിങ്ങൾക്ക് പ്യോർലി ടെക്നിക്കൽ ബേസിസിൽ മാത്രമാണ് ഇത്, ഫണ്ടമെൻ്റൽ രീതിയിലല്ല, ടെക്നിക്കൽ അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഇൻട്രാഡേ ഓർ 1 or 2 days BTST എന്ന് പറയില്ല, നമ്മൾ ബൈ ടുഡേ സെൽ ടുമോറോ എന്ന് പറയുന്ന സ്കീം, അത്തരം കൈൻഡ് ഓഫ് ട്രേഡിങ്ങിനും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വെരി മച്ച് ഫ്രീ ഫോർ യു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ഈ സ്ക്രീനർ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.